വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ്. ഞാൻ സ്വീഡനിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആഴ്ച ഞാനൊരു വീക്ക് ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നു. ഫസ്റ്റ് വീക്ക് ഓഫ് മൈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അത് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ, ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് Feb 4th ആണ്, സൺഡേ ആണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയി എണീക്കപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇന്നത്തെ വെതർ നോക്കിയപ്പം ഇന്ന് സണ്ണും ഇല്ല, റെയിനും ഇല്ല, സ്നോയും ഇല്ല. പകരം ഇന്ന് ഫുൾ ഡേ കാറ്റാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4 ഡിഗ്രി എന്നുള്ളത് കാറ്റ് കാരണം -1 പോലെ ഫീൽ ചെയ്യുന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ. അപ്പോൾ ഭയങ്കര ഒരുമാതിരി വൃത്തിയായിട്ട കാറ്റാണ്. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു വീക്ക് എന്തായാലും വ്ളോഗ് ചെയ്യാം. കാരണം എന്ന് വരെയെന്ന് അറിയോ, 10th വരെ വ്ളോഗ് ചെയ്യാമെന്ന്. കാരണം ഈ വീക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന വീക്കാണ്. എനിക്ക് എക്സാം വരുന്നുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ്. 19th എനിക്ക് എക്സാം ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് 18th മുതൽ 12th മുതൽ 18th വരെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാനാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. സോ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് പോകുന്നുണ്ട്. ആൻഡ് ഈ വീക്ക് എനിക്ക് 1-2 പേരെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റോ പല്ല് തേച്ചോ അങ്ങനത്തെ കാര്യമൊന്നും കാണിക്കുന്നില്ല. ബട്ട് ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് പോകെ കാണിക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി പ്ലാനിങ് ആണ്. ഞാൻ വീക്ക്ലി പ്ലാനിങ്ങിലേക്ക് കടന്നിട്ട് ഇപ്പോൾ ഒരു 3rd വീക്കാണിത്. സോഫാർ കുഴപ്പമില്ല. ബട്ട് ഞാൻ ഡെയിലി പ്ലാനിങ്ങിൽ പോലും എനിക്ക് എഫക്റ്റീവായി തുടങ്ങിയിട്ടില്ല. ബട്ട് ഞാൻ വിചാരിച്ചു ഈ മന്തും അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം വന്നാലോ. സോ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മളെ പ്ലാനർ ഉണ്ട്. സോ നമുക്ക് പ്ലാനറിൽ നമ്മൾ ഈ വീക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ സാധാരണ സാറ്റർഡേ നൈറ്റോ അല്ലെങ്കിൽ സൺഡേ മോർണിംഗോ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പം ചെയ്യാം. ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണില്ലേ. ഞാൻ പോയിട്ട് എൻ്റെ കാപ്പിയും ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത് ഇതാണ്. ഇതൊരു കുക്കി, ഈ സൈഡിലൊരു കുക്കി ഉണ്ട്. ആൻഡ് ഈ സൈഡിലുള്ളത് എഴുതുന്നത് പോലെ അല്ലല്ലോ ഇത് പറയാം, കൊസോൺ അങ്ങനെയാണ് ഇത് പറയാന്നാണ് എൻ്റെ തോന്നല് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എനിക്കൊന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് അങ്ങനെ പറയാം, ഐ എം നോട്ട് ഷുവർ. സോ അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ നമ്മളെ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ എണീക്കാൻ ലേറ്റായി. ദറ്റ്സ് ഓക്കെ. സൺഡേ ആണ്. ഞാനൊരു ചീറ്റ് ഡേ ആയിട്ട് എടുത്തു. കഴിഞ്ഞ വീക്ക് ഫുൾ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. വർക്ക് വെച്ചാൽ പഠിത്തവും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. സോ എന്തായാലും ആദ്യം തന്നെ നമുക്ക് പ്ലാനിങ്ങിലേക്ക് കടക്കാം. ഒരു 10 minutes എടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ വീക്ക്ലി പ്ലാനിങ് കഴിഞ്ഞു. സൺഡേ ടു നെക്സ്റ്റ് സാറ്റർഡേ ഉള്ള എല്ലാം കണ്ടു. ഇങ്ങനെയാണ് ഇപ്പോൾ പ്ലാനിങ് ഉള്ളത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇതിനകത്ത് ഇപ്പം ഇന്ന് സൺഡേ ഉള്ള കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. മൺഡേയും ട്യൂസ്ഡേയും ഓൾമോസ്റ്റ് അറിയാം. എന്നാലും എന്തെങ്കിലും അഡീഷണൽ വരികയാണെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യണം. സോ അങ്ങനെ ഇപ്പോൾ ഇന്ന് സൺഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ വീക്ക് ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് IG അംബാസഡർ വീക്കിനേക്കുള്ള വീഡിയോയും പോസ്റ്റും ക്യാപ്ഷനും ശരിയാക്കി വെക്കണം. ലോണ്ട്രി ഉണ്ട് 1 മണിക്ക് 1:30 അങ്ങനെ. ജേർണൽ ചെയ്യാനുണ്ട് ഈ വീക്കിലെ. പിന്നെ ഡിഷസ്, ഞാൻ ഇന്നലെ കഴിച്ച പ്ലേറ്റ് ഒക്കെ എനിക്ക് കഴുകാനുണ്ട്. പിന്നെ ഇതുമൊക്കെ കഴുകാനുണ്ടാവും. പിന്നെ ഇന്ന് കുളിക്കണം, ഹെയർ വാഷ് ഡേ ആണെന്ന്. ആൻഡ് ബാത്റൂം ക്ലീനിങ്. ഇതാണ് ഇന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് അങ്ങനെ ഞാൻ കുറേ നേരം പഠിക്കാനിരിക്കുക അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റീവ് ഡേ ഒന്നും അല്ലെങ്കിൽ ഞാൻ കുറച്ചൊരു ചിൽ ഡേ ആണ്. സോ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് തുടങ്ങാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലാപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യട്ടെ. ആൻഡ് ഫോൺ എനിക്ക് ആവശ്യമുണ്ടാവും. അപ്പം അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ക്യാമറ എടുക്കണം. ക്യാമറ എടുത്താൽ രണ്ടിനും കൂടി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ നോക്കട്ടെ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം എൻ്റെ ഒരു വീക്കിലുള്ളത്. എന്തൊക്കെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലല്ല, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇൻട്രൊഡക്ടറി റീൽ മാൻഡേറ്ററി ആണ്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബാക്കി എനിക്ക് ഫില്ല് ചെയ്യാനുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോറി ഐഡിയാസും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പോസ്റ്റുകൾ, കുറേ പോസ്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അതിന് ക്യാപ്ഷനൊക്കെ ആക്കണം. ആൻഡ് ഫോണിലേക്ക് അത് ഓർഗനൈസ് ചെയ്ത് മാറ്റണം. ഡ്രസ്സ് ഡ്രൈ ചെയ്യാനിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ഏഷ്യൻ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് മോച്ചി. ഇത് ചൈനീസ് ഡിഷ് അല്ലേ, ചൈനീസ് സംഭവമാണെന്നാണ് തോന്നണേ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് വരും. ഇങ്ങനത്തെ 2 പാക്ക് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് തീർന്നു. ആൻഡ് ഇതിന് മുകളിലൂടെ ഒരു ബ്ലാക്ക് കളറിലുള്ള എന്തൊരു പൊടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇത് ഏത് ഫ്ലേവർ അറിയോ? ക്രീം ഫ്ലേവറിലുള്ളതാണ്. ഇതിനകത്ത് 3 എണ്ണം ബാക്കിയുള്ളത്. ഓൾറെഡി 4 എണ്ണമുള്ള ഒരു സെറ്റ് കഴിഞ്ഞു. ഇത് ഞാൻ ഇന്നലെ കഴിച്ചു. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം.
ഇത് ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. കണ്ടോ, ഇതിൽ നിന്നൊരു വെള്ളപ്പൊടിയുണ്ട്, അത് ഇവിടെ തോന്നിയാ. കണ്ടോ, ഇത് കടിക്കുമ്പോൾ കാണിച്ചാലേ. അതിനുള്ളിൽ കണ്ടോ ക്രീം, ഒരു പ്രത്യേക ഫ്ലേവർ. ഇതിൻ്റെ ഫ്രോസണും ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രോസൺ ഇൻ ദ സെൻസ് ഐസ്ക്രീം പോലത്തത്. ബട്ട് ദിസ് ഇസ് നൈസ്. ഇപ്പം ഞാൻ എനിക്ക് റൂമും ക്ലീൻ ചെയ്യേണ്ടി വരും. കൊള്ളാം. ആൻഡ് റിമൈൻഡർ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ദേ ഒരു 5 മണി ആവാനായിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല കാറ്റുണ്ട്. ഇതാണ് എൻ്റെ ഡിന്നർ. ഇത് ആക്ച്വലി ടോട്ടിയാണ് കേട്ടോ, 2 ടോട്ടിയുണ്ട്. ഇത് ടോഫു കറിയാണ്. ഇത് 2-3 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്, അപ്പോൾ ഇന്ന് ഇത് തീരും. ആൻഡ് ദിസ് ഈസ് ബ്ലൂബെറി ഡ്രിങ്ക്. ബ്ലൂബെറി ആണോ ബ്ലാക്ക്ബെറി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു ഡ്രിങ്കാണ്. സോ യാ, ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അതേ സമയം എന്താണെന്ന് വെച്ചാൽ ഒരു 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിച്ചൺ ക്ലീനിങ് ഉണ്ടായിരുന്നു. കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് കോമൺ കിച്ചൺ ക്ലീനിങ് ഉള്ള ദിവസമാണ്. സൺഡേ ഒരു 8:30. പക്ഷേ ഇപ്പോൾ 7 മണി ആയിട്ടുള്ളൂ, 7:70. ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ കിച്ചൺ സ്ലാബും അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നു. ഞാൻ വിചാരിച്ചു തല നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം കിച്ചൺ ക്ലീനിങ്ങിന് പോകാൻ എനിക്ക് മടിയായിട്ടാണ്. സോ അങ്ങനെ അപ്പം ആദ്യം നമുക്ക് എണ്ണ തേക്കാം. എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് ആൽപ്സ് ഗുഡ്നസിൻ്റെ ഓയിലാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ ആഴ്ചയൊന്നും ചെയ്യാറില്ല. തോന്നുന്നു മേ ബി മന്ത്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഒക്കെയാണ് മാക്സിമം ചെയ്യാറില്ല. ഇവിടെ വന്നേരം എൻ്റെ തലയിൽ ഒത്തിരി ഡാൻഡ്രഫ് കൂടിയിട്ടുണ്ട്. സോ അത് വേറൊരു പുലിവാലാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. കുറച്ച് നേരം ഞാനിങ്ങനെ വെക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ടും എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും ഞാനങ്ങനെ അധികം നേരം ഒന്നും വെക്കില്ല. ജസ്റ്റ് ഇത് തേച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുളിക്കും. അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷ്. ഇത് പ്ലമ്മിൻ്റെ ബോഡി വാഷാണ്. അതേപോലെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും. ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ്, ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ മസാജർ ബ്രഷാണ്. ഇത് വോവ് സ്കിൻ സയൻസിൻ്റെ ആണ്. ഇത് കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ ഒരു 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ആൻഡ് ഇന്ന് ഷേവിംഗ് ഡേ കൂടെയാണ്. അപ്പോൾ ഇത് ഈ ഒരു റേസറാണ് ഞാനിപ്പോൾ തൽക്കാലം യൂസ് ചെയ്യാറുള്ളത്. ഇത് ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ബോഡി റേസറാണ്, അല്ലെങ്കിൽ ബിക്കിനി റേസറാണ്. പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ അണ്ടർആംസ് ഒക്കെ ഷേവ് ചെയ്യാറുള്ളത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് ഈ ഒരു ഷാമ്പൂ ഞാൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും തോന്നിയില്ല. ഇത് ഞാൻ ഡാൻഡ്രഫ് കൺട്രോളിന് വേണ്ടിയിട്ട് ഡാൻഡ്രഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇതുകൊണ്ട് വലിയ ഗുണം എനിക്ക് തോന്നിയില്ല. നാട്ടിലെ ആമസോണിൽ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതും ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വേഗം വരാം. ഞാൻ കുളിച്ചിറങ്ങി, നല്ല സുഖം, തലയൊക്കെ നന്ദി. അപ്പോൾ ഇനി സ്കിൻ കെയർ ചെയ്യണം, അതിനുശേഷം ജേർണൽ ചെയ്യണം. കാരണം ഇന്ന് സൺഡേ ആണ്. ഇപ്പം ഞാൻ ജേർണലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ദിവസം. പെട്ടെന്ന് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ പോയിട്ട് എൻ്റെ കോഫിയും ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കുറേ കാലത്തിന് ശേഷം അന്ന് ഞാൻ പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന ആ പാൻ കേക്ക് ബ്രെഡാണ്. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ന്യൂട്ടല ഉണ്ട്. സോ ഇന്നിപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടാണ്. ഞാനൊരു 7:45 ആയപ്പോഴാണ് എണീറ്റത്. പലൊക്കെ തേച്ചു, രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതെടുത്ത് വന്നു. ഇനി ഒരു 8:30 ആകുമ്പോൾ ഞാൻ പഠിക്കാനിരിക്കും. 8:30 to maybe 12 വരെ ആയിരിക്കും പഠിക്കാനായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. അങ്ങനെ ഞാൻ യൂഷ്വലി ചെയ്യാറ്. 9:30, 10:30, 11:30. അപ്പോൾ എനിക്ക് 3 hours plus half an hour കൈൻഡ് ഓഫ് ബ്രേക്ക് ആയിട്ടാണ് വരിക. അപ്പോൾ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് സ്റ്റഡി സെഷൻ കിട്ടും. യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത് ഫോണ് മാറ്റി വയ്ക്കും. ഒന്നുകിൽ ഞാൻ സൈലൻ്റ് ആക്കിയിട്ട് അവിടെ ഇടും, അല്ലെങ്കിൽ ഞാൻ പൊമഡോറോ വയ്ക്കും. പൊമഡോറോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ടെക്നിക്കാണ്. 25 മിനിറ്റ്സ് പഠിക്കാം, എന്നിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് 25 മിനിറ്റ്സ് സ്റ്റഡി സെഷൻ, പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്ക്, പിന്നെ അഗെയിൻ 25 മിനിറ്റ്സ് സ്റ്റഡി സെഷൻ, 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെ. സോ ഇന്ന് എനിക്ക് എയറോഡൈനാമിക്സ് ആണ് പിന്നെ ഞാൻ രാവിലെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഷോർട്സ് ഒന്നും വരാനില്ല, കാരണം ഞാൻ ഇതേ പൊസിഷനിൽ ഇരുന്നിട്ട് പഠിക്കാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഞാനിപ്പോൾ എൻ്റെ പ്ലാനറിൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് ഒന്ന് നോക്കും. സോ അങ്ങനെ
ഇന്നത്തെ രാവിലത്തെ സ്റ്റഡി സെഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. കറക്റ്റ് 12 മണിയായി. ഞാൻ 11:59 ഫോൺ എടുത്തത്. ഇൻ ബിറ്റ്വീൻ ഞാൻ 1 hour കഴിഞ്ഞപ്പോൾ ഒരു 10 minutes ബ്രേക്ക് അങ്ങനെയാണ് എടുത്തത്. അപ്പം ഞാൻ ഫോൺ എടുത്തിരുന്നു. പക്ഷെ അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു. സോ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലത്തെ സ്റ്റഡി സെഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കണം. ആൻഡ് ഇന്ന് ഞാൻ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ മാംഗോ സ്റ്റിക്കി റൈസാണ്. അതെങ്ങനെയാണ് കഴിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഏഷ്യൻ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അഹാന കൃഷ്ണൻ്റെയൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹൈപ്പാണ്. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. അപ്പം മേ ബി ഫ്രോസൺ ആയതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് എന്തായാലും ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് കഴിക്കാം. അതിന് രാത്രിയാകുമ്പം എൻ്റെ കയ്യിൽ ഒരു സെറ്റ് പാസ്തയും കൂടി ഇരിപ്പുണ്ട് കഴിക്കാനുള്ളത്. അപ്പോൾ അത് കഴിക്കാം. ഇന്ന് ആക്ച്വലി ഗ്രോസറിക്ക് പോകേണ്ട ദിവസമായിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇന്ന് ഞാൻ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഗ്രോസറി പർച്ചേസ് ചെയ്യില്ല. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് നമ്മളെ മാംഗോ സ്റ്റിക്കി റൈസ് അവനിൽ വെക്കണോ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അതുപോലെ ചെയ്യും. സോ ഇതാണ് റൈസ് ആൻഡ് ഇത് മാംഗോ ആൻഡ് ഇവിടെ നമ്മളെ കോക്കനട്ട്. സോ ഇവർ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇതൊരു 2 minutes മൈക്രോവേവിൽ വെച്ച്, അല്ല 2 minutes 30 seconds. ഇത് 30 seconds. സോ ആദ്യം ഇത് വെച്ചു, എന്നിട്ട് ഇത് വെച്ചു. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ആൻഡ് ബട്ട് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട്. ബട്ട് ഇതിപ്പോഴും കുറച്ച് തണുത്തിട്ട് തന്നെ ഇരിക്കണം. എന്നാലും നോക്കാം എങ്ങനെ കഴിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് കുറച്ച് റൈസ് എടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഈ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു കുഞ്ഞു പീസ് ഓഫ് മാംഗോ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെയാണുള്ളത്. ഉണ്ടെന്ന് കാണാൻ വരുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ടേസ്റ്റ് മനസ്സിലായില്ല. മാങ്ങ ഇപ്പോഴും നല്ല തണുത്തായിരിക്കണം. അതുകൊണ്ട് ആ ഒരു തണുപ്പുണ്ട്. ബട്ട് ഈ കോക്കനട്ട് മിൽക്കിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കത് മാങ്ങ കുറച്ച് നേരം കൂടെ അവർ 30 seconds എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് 30 seconds വെച്ചാൽ മേ ബി ഒരു 45-50 seconds വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാങ്ങ ഡീഫ്രോസ്റ്റ് ആയി കിട്ടിയാനെ. പക്ഷെ കൊള്ളാം. ഞാൻ ഇനിയും ഇത് വാങ്ങിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നൈസ്. ഇതിനൊരു പായസമല്ല, പായസത്തിൻ്റെ മറ്റേ ഏലക്കട ഒന്നും ഫ്ലേവറില്ല. പക്ഷെ അല്ലാണ്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ലഞ്ച് പരിപാടി കഴിഞ്ഞു. വീട്ടിൽ വിളിച്ചു. പുറത്തുള്ള കാഴ്ച കാണിച്ചിരുന്നോ? കണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ പുറത്ത് ഡീഫ്രോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒക്കെ എന്തൊക്കെ ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല, 6 degrees ഒക്കെയാണ്. ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ പുറത്ത് തണുപ്പുണ്ടാവും. പക്ഷേ ടെമ്പറേച്ചറൊക്കെ നന്നായി വരുന്നുണ്ട്. സോ പിന്നെ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ. സോ ഇതൊന്ന് എഴുതി വെച്ചിട്ടുള്ള നോട്ട്സാണ്. ആൻഡ് ഇതൊക്കെ. സോ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ റീസെൻ്റ്ലി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഫ്ലാഷ് കാർഡ് എന്ന് പറയും. നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ ഏതെങ്കിലും ടേംസ്, ഇപ്പോൾ തിയറി ആയിരിക്കും, ആ ടേംസ് ഇങ്ങനെ എഴുതി വെക്കുക. ആൻഡ് ഇതിൻ്റെ എന്താണ് ആ ടേം മീൻ ചെയ്യുന്നതെന്ന് ഇങ്ങനെ എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു തിയറം യൂലേഴ്സ് ഇക്വേഷൻ എന്താണെന്നുള്ളത് എഴുതി വെക്കുക. ആൻഡ് നമ്മളതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കിയിട്ട് നമ്മളിങ്ങനെ വായിക്കും, നമ്മളിങ്ങനെ പറയാം. സോ ഇവിടെ ഇപ്പോൾ യൂലേഴ്സ് ഇക്വേഷൻ ഇതാണ്. സോ ഇങ്ങനെ ഓരോ നമ്മളിങ്ങനെ പറയാം. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട്. സോ ഈ പീരീഡിൽ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, എയറോഡൈനാമിക്സ് ആൻഡ് കംപ്രസിബിൾ ഫ്ലോ. അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോ അതിൻ്റെ നോട്ട് മേക്കിങ്ങും പഠിത്തമൊക്കെയായിരുന്നു ഇന്ന്. ഇപ്പോൾ ഇത് ടൈം 5:25 ആയിട്ടോ. ഞാനിപ്പോഴും ഇത് വെച്ചിട്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി എയറോഡൈനാമിക്സിൻ്റെ ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അസൈൻമെൻ്റ് ആണ്. സോ നമുക്കിത് ഓൾമോസ്റ്റ് കഴിയാനായി. പക്ഷേ ഇനി എനിക്ക് റിപ്പോർട്ടും കൂടെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാം. സോ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡീഫ്രോസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ട്. സോ
ഞാനങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:16, ഒരു 7:30 ആകുമ്പോഴത്തേക്ക് പോയിട്ടത്, അല്ലെങ്കിൽ ഒരു 7:15 ആകുമ്പോൾ പോയിട്ട് അവനിലേക്ക് വെക്കാം. അപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ അത് പിടിക്കട്ടെ. നല്ല എരിവുള്ള മസാലയാണെന്ന് ഞാൻ ആക്കിയത്, അപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ നല്ല എരിവുണ്ടാവും. എനിക്ക് നല്ല എരിവുള്ള ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഉച്ചയ്ക്ക് ഞാൻ ആ മാംഗോ സ്റ്റിക്കി റൈസും അല്ലേ കഴിച്ചത്. അപ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് തീരാനായി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയോട് ചെയ്യണം. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സമയം ഒരു 7:50 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഞാൻ 2 എണ്ണം എടുത്തു, 3 എണ്ണം ഞാൻ നാളേക്ക് വെച്ചു. വിശക്കാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എടുത്ത് കഴിക്കും. സോ ഇപ്പോഴും എൻ്റെ അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ടില്ല, അപ്പം ഞാൻ റൂമിലേക്കാണ് പോകുന്നത്. സോ ഇതാണ് അസൈൻമെൻറ്റ്. കഴിഞ്ഞു, കണ്ടോ, എല്ലാം കഴിഞ്ഞു. അയ്യോ ഇതല്ലല്ലോ, കണ്ടോ, കംപ്ലീറ്റ്ലി കഴിഞ്ഞു. സോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടക്കാൻ പോവാണ്. സോ നാളെ കാണാം. ഹലോ. സോ നെക്സ്റ്റ് ഡേ ആയി. സമയം 7:40 ആയിട്ടുണ്ട്. എനിക്ക് 8:40 ആകുമ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ടത്. 8:40 എനിക്ക് ക്ലാസ്. പക്ഷെ ഞാനിപ്പം ഒരു കാലിക്കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങാമെന്ന് വിചാരിക്കുക. വേറൊരു സംഭവം കാണിച്ചിട്ടോ. ഇന്നലെ രാത്രി ആക്ച്വലി സ്നോ പെയ്തിട്ടുണ്ട്. എത്ര മനസ്സിലാവുന്ന അറിയില്ല, കുടയൊക്കെ പോയി, കണ്ടാ, ബാക്കിയൊക്കെ മഴ പെയ്തു പോയി. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇന്ന് ഫുൾ ഡേ മഴയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ചെറുതായിട്ട് ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ആയതാണ്. ഇന്നലെ രാത്രി ഞാൻ കണ്ടിരുന്നു, പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. കോട്ടൊക്കെ ഇടണമെന്ന് പിന്നെയും, ആൻഡ് വാട്ടർ പ്രൂഫ് ഷൂസൊക്കെ ഇടണം, അതൊക്കെ ഇട്ടിട്ടുണ്ട്. സോ എന്തായാലും പുറത്തിറങ്ങിയിട്ട് കാണാം. പുറത്തിറങ്ങിയ മഴയാണ്. ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട നിർത്തിയിട്ട് മെല്ലെ നടക്കാം. വീഴാൻ സാധ്യത ഉള്ള രീതിയിലാണ് കേട്ടോ ഇന്ന് മഞ്ഞൊക്കെ. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ മഞ്ഞുണ്ട്. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോവും. എനിക്കറിയില്ല, പെരങ്ങാൻ സാധ്യത ഉണ്ട്. അയ്യോ അമ്മേ, നല്ല പോണ്ടി വരും. സമയം ഒരു 8:10 ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, എന്തായാലും ഞാൻ ഫോണ് ബാഗിലെടുത്തേ. എന്നിട്ട് ഞാൻ മെല്ലെ നടക്കട്ടെ. ഫോൺ വെച്ച് നടന്നാൽ വീഴാൻ സാധ്യത ഉണ്ട്. ഫോൺ ഓൾറെഡി ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ. എൻ്റെ ഫോണിൻ്റെ ബാക്ക് സൈഡ് അപ്പാട് പൊട്ടി. അത് ഞാൻ സൈഡിൽ എങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. ഈ ആഴ്ചയല്ല, കഴിഞ്ഞ ആഴ്ച പൊട്ടിയതാ. ആ പെരങ്ങണ ഐസാണ്, പെരങ്ങി വീഴാൻ സാധ്യതയുള്ള. പെരങ്ങിയാണ് കേട്ടോ അവിടം വരെ എത്തിയത്. ഭയങ്കര മഴയില്ല, പക്ഷെ ഒരുമാതിരി ചീഞ്ഞ മഴയാണ്. ആൻഡ് ഐസൊക്കെ ഒരു ഗ്ലാസ് ആയിട്ടുണ്ട്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ അവൾ പെരങ്ങി വീഴും. എനിക്ക് ആ ബിൽഡിങ്ങിൽ കേട്ടോ ക്ലാസ്. സോ ഞാൻ ആദ്യം തൽക്കാലം ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി. ആരും എത്തിയിട്ടില്ല കേട്ടോ. 8:30 ആവുന്നുള്ളൂ. 8:40 ലാബ്. ദീല, റോഡ്രിഗോ, ഫെർണാണ്ടോ, ഹെൻറി, ഞാൻ 5 പേരുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വരും. Yeah, I do have a 54.3. 30. Same. We'll be old. 59.5. Oh baby, we'll be old. Think of all the stories that we could have told. 59.7. And now I'm gonna Guys, ഞാൻ ഇരിക്കുന്ന സാധനം വാങ്ങി. ഇനി ഞാൻ ഏഷ്യ സ്റ്റോറിലേക്കാണ് പോകുന്നത്. ഏഷ്യൻ സ്റ്റോർ, ലോക്ചനോ എന്താണ് അതിൻ്റെ പേര്. ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അങ്ങോട്ടാണ് പോണത്. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. ഇവിടെ ഒരു 145 സെക്കായി. ഞാൻ കുറച്ച് കുറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഞാൻ പുതിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വഴിയിൽ കുറേ കടകളുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഫ്ലവർ ഹൗസൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. ക്യാൻഡിൽസൊക്കെ പുറത്തുനിന്ന് കണ്ടു, പക്ഷേ ഞാൻ ഇതുവരെ കയറി നോക്കിയില്ല. ഇന്ന് ഇത്രയും സാധനം വെച്ച് കയറുന്നില്ല, പിന്നെ ഒരു ദിവസം വരാം. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ടോ റൂമിലേക്ക് നടക്കുകയാണ്. ആ മുടിയിൽ ഞാനൊരു റബ്ബർ ബാൻഡായിരുന്നു കുടിക്കിയത്, അത് പൊട്ടിപ്പോയി. സോ ഇന്ന് ഒരുമാതിരി എന്ന് പറഞ്ഞാൽ മഴയായിട്ട് ആയിരുന്നു. നാളെ മഴ ഇല്ല എന്നാണ് തോന്നണേ. എന്തായാലും നോക്കണം.
നാളെ എനിക്കിതുപോലെ പോകാനുണ്ട്, ലാബുണ്ട്, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഒരാളെ കാണാൻ പോകാനുണ്ട്. ഇതിന്ന് അവിടുന്ന് വാങ്ങിയതാട്ടോ, കണ്ടോ, പിക്കിൾഡ് മാംഗോ. പിന്നെ അത്ര റേറ്റ് ഒന്നും ഉണ്ടായില്ല, എന്തോ 30 സെക്കോ അങ്ങനെ എത്രയായിരുന്നു തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്താണേലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് റൂമിലെത്തി, സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലും ഒക്കെ വെച്ചു, മുന്തിരിയൊക്കെ വാങ്ങിയിരുന്നു, മുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാറും, എന്നിട്ട് എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കണം, മേല് കഴുകണം. അതാണ് ഇന്നത്തെ ഇനി പരിപാടി. ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യില്ല, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചതൊക്കെ തന്നെയുള്ളൂ. ഇത് ഞാൻ രാവിലെ കുടിച്ചിട്ടുള്ള കോഫിയാണ് കേട്ടോ. സോ ഇതൊക്കെ കഴുകാനുണ്ട്, കുറച്ച് പാത്രം കഴുകാണ്ട്, അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ഞാൻ നാളെ കാണാമെന്നൊക്കെ പറഞ്ഞു പോയല്ലേ, പക്ഷേ സഡൻ ചേഞ്ച് ഓഫ് പ്ലാൻ. ഞാൻ കുറച്ച് ചോറുണ്ടാക്കി, വളരെ കുറച്ചായിട്ട് ഉണ്ടാക്കിയത്. ആൻഡ് ദേ കണ്ടോ, ഇതാണ് ചീരത്തോരൻ. ഇവിടെ ബേബി സ്പിനാച്ച് കിട്ടും, നമ്മളെ കുഞ്ഞിച്ചീര, ഭയങ്കര ഇളം ചീര. ഞാൻ കുറച്ച് ഇതാക്കിയത് കണ്ടോ, മുട്ടയാണ്, മുട്ടയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ വെച്ചിട്ട് എളുപ്പത്തിലാക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാൻ വേഗം വന്നാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൽ നിന്ന് പകുതി ചോറെടുത്തിട്ട് ഇതിലിട്ട് ഇളക്കിയിട്ട് നാളത്തെ ടിഫിനിലേക്ക് ആക്കി വെക്കാം. എനിക്ക് അറിഞ്ഞൂടെ മുട്ട എങ്ങനെ ആക്കിയത് വെച്ചാൽ കേടാവുമെന്നൊന്നും, എന്തായാലും നാളെ ആയി അറിയാം. ഇതേ കണ്ടോ, ഇങ്ങനെ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പേരൊന്നും പറയില്ല. പുള്ളിക്കാരി ഇങ്ങനെ ഇരുന്ന് ചോറ് കൊണ്ടുവരാം, ഫുൾ എല്ലാം അതിനകത്ത് തന്നെ മിക്സ് ആക്കിയിട്ട് കൊണ്ടുവരായിരുന്നു. അപ്പം കറിപ്പാത്രവും അങ്ങനത്തെ വേറെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം കൂടി ഒരു ടിഫിനിലായിരുന്നു ഉണ്ടാവുക. പക്ഷെ എനിക്കൊന്നും അമ്മ അങ്ങനെ തന്നു വിട്ടിട്ടില്ല, എപ്പോഴും 2-3 തട്ടും വലിയ ടിഫിനും ഒക്കെ ഉണ്ടാവുമായിരുന്നു. സോ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി, ബുധനാഴ്ചയായി. ഞാൻ അതേ രാവിലെ എണീറ്റു, മേലൊക്കെ ഒന്ന് കഴുകി. എന്നാലും ഞാൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ ചീരത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി, കാരണം എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി എണീക്കുക. ഇപ്പോൾ അത് ഒരു 8 മണി അയച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റ് മേലെ കഴിക്കും, മുടി ഒന്ന് ഇതാക്കി. ഇന്നലെ ഞാൻ ആക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലെന്ന് വെച്ചാൽ നല്ല ഒട്ടും സമയം ഉണ്ടായില്ല. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ലാബാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങട്ടെ. ഇന്ന് മഴയില്ല, പക്ഷേ ടെമ്പറേച്ചർ കുറവാണ്, 1 ഡിഗ്രി -3 എന്നൊക്കെയാണ് കാണിക്കുന്നത്. സോ എന്തായാലും പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങട്ടെ. പിന്നെ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ട് കഴിക്കാൻ, അതും കൂടെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. സോ ഞാൻ അതേ റൂമിൽ നിന്ന് ഇറങ്ങി 8:40 കേട്ടോ, കുറച്ച് ലേറ്റായി. 9 മണിയാകുമ്പോഴത്തേക്ക് എത്തണം. ഇതാണ് കേട്ടോ സാധനം, കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നുമില്ല. ഉണക്ക ബ്രെഡ് കഴിക്കുന്ന പോലെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഫ്ലേവർ ഉണ്ട്. അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് നടക്കട്ടെ. Are you It's vlogging. vlog? Okay. Yeah, it's for that's my cool. YouTube vlog. Do you want to say something? I actually like to see one of your, I don't know, it's like what's on your iPad. Yeah. Think of that. And then, oh, that's so cool. സോ നമ്മൾ ഇന്നത്തെ ലാബൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ലോൺ സെൻറ്ററിലേക്കും, ദില ഇസ് ഗോയിങ് ടു എംബസി ടു സ്റ്റഡി. സോ എന്നിട്ട് എനിക്ക് ലോൺ സെൻറ്ററിൽ പോയിട്ട് ഒരാളെ മീറ്റ് ചെയ്യണം. സോ ഞാൻ ദേ ലോൺ സെൻറ്ററിലെത്തി കേട്ടോ. ലോൺ സെൻറ്ററിലെത്തി, ട്രാം ഇറങ്ങി ലോൺ സെൻറ്ററിലെത്തി. അപ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ അങ്ങോട്ട് വരാറുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദേവിക എന്നാണ് പേര്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാണ്. അപ്പോൾ ആൾ ഇവിടെ വന്നിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ. പക്ഷേ ആളുടെ ഹസ്ബൻഡ് ഇവിടെ PhD ഒക്കെ ചെയ്യാണ്. സോ അങ്ങനെ സ്റ്റുഡൻ്റ് അല്ല കേട്ടോ, പുള്ളിക്കാരി ഡെൻറ്റിസ്റ്റൊക്കെയാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആളെന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് മീറ്റ് ചെയ്യാൻ ഓർത്തു. ഞാൻ ആക്ച്വലി കുറച്ച് നേരത്തെയാണ്, കുറച്ചല്ല, ഞാൻ കുറേ നേരത്തെയാണ് 3 മണിക്ക് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 2:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ മീറ്റിംഗ് പെട്ടെന്ന് കഴിഞ്ഞു, എനിക്ക് ലാബ് മീറ്റിംഗ് ആയിരുന്നല്ലോ, അത് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളെ മീറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം നല്ല സൺ വന്നിട്ടുണ്ട്, ഇത്രയും നേരം ഉണ്ടായില്ല. ഇങ്ങനെയാണ് കേട്ടോ ലുൺ സ്ക്വയർ. അവിടെ ഒരു ലവ് കോഫീൻ്റെ ഷോപ്പുണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ സാധനം വയ്ക്കാൻ വെച്ച പോലെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ് നേരെ കാണുന്നതാണ് ഇക്ക. പിന്നെ അങ്ങോട്ട് പോയാൽ നമ്മളെ ബസ് സ്റ്റോപ്പ്. ഓൾ ഓഫ് എ സഡൻ ഡേ സ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട്. പിന്നെ ഞാൻ 2 വോഫിൽസ് വാങ്ങിച്ചു. I'll take video for you. അത് വേണ്ട, ഞാൻ ആളെ കണ്ടു കേട്ടോ, സൗണ്ട് മാത്രം കേൾപ്പിക്കണോ. അപ്പോൾ ആളെ കാണിക്കേണ്ട പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആളെ കാണിക്കണം. നമ്മളിങ്ങനെ ചുമ്മാ ഇതിലൂടെ നടക്കുകയാണ്. ഏതെങ്കിലും കഫേ ഞാൻ കണ്ട് പിന്നെ ഏതെങ്കിലും മീറ്റ് ഇനി വരും, ഇനി നമ്മൾ മീറ്റ് ചെയ്യും, അപ്പം നമുക്ക് കാണിക്കാം. ഇപ്പം തന്നെ നമ്മളിങ്ങനെ തപ്പിത്തിരഞ്ഞ് നടക്കുകയാണ്.
ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ റൂമിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഒരു 9-9:30 ആയിട്ടുണ്ട്. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു 2:30 ഞാൻ ആ ആളെ മീറ്റ് ചെയ്തത്. ദേവിക എന്നാണ് പേര്. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഒരു ഫോട്ടോ എടുത്തത് വീഡിയോയിലൊന്നും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഹസ്ബൻഡും ജോയിൻ ചെയ്തു. നമ്മളിങ്ങനെ കുറച്ച് നേരം അധികം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ആൻഡ് പിന്നെ റൂമിൽ വന്നു. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു ബർഗർ കിങ് പോയിട്ട്. ഇന്നിപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, പ്രൊജക്റ്റിൻ്റെ മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാബാണ്. സോ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്കാണ് നടക്കുന്നത്. ബസ് എടുക്കണം. LTH എം ഹോസ്പിറ്റലാണ്. എം ഹോസ്പിറ്റലിലാണ് ക്ലാസ്. എം ഹോസ്പിറ്റൽ ആകുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ നടന്നു. പിന്നെ ഞാൻ എന്തായാലും ബസ് എടുക്കുകയാണ്. കണ്ടു ഇന്നലെ പെയ്ത മഞ്ഞാണ് ഈ കിടക്കുന്നത്. പക്ഷേ സ്കൈ നല്ല ഭംഗിയില്ലേ. ഞാൻ ഓടി പഠിച്ചാൽ ബസ്സിൽ കയറിയത്. അതേപോലെ തന്നെ ഓടി പഠിച്ചാണ് ട്രാവലും കയറിയത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. പിന്നെ ഞാൻ പോണത് വെയിൻസിലേക്കാണ്. അതിവിടെയുള്ള ഒരു കഫേയാണ്. അപ്പോൾ എനിക്ക് ലുക്രേജിനെ മീറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഞങ്ങളെ മെൻറ്റർ. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം അംബാസിഡേഴ്സിൻ്റെ മെൻറ്റർ. അപ്പോൾ അടുത്ത ആഴ്ചയാണ് എനിക്ക് എൻ്റെ ടേക്ക് ഓവർ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരാഴ്ച എന്ന് വെച്ചാൽ ഈ വീക്ക് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് പേഴ്സണൽ അല്ലെങ്കിൽ 1-on-1 മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാഗും ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ചു. ഞാൻ കുറച്ച് നേരം എണീറ്റിട്ട് ഞാൻ പിന്നെ രാവിലെ ഒന്നും കാണിക്കാൻ ഞാൻ ഒന്നും അങ്ങനെ ഉണ്ടായില്ല. ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ ഒരു 6:50 ആയപ്പോൾ എണീറ്റു. ഒരു 7:30 ആയപ്പോഴത്തേക്കും ഞാൻ പഠിക്കായിരുന്നു. ഇപ്പോൾ ഒരു 9:30 ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേലെ എഴുതാം. ഞാൻ ജസ്റ്റ് കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. മേലെ എഴുതാം, എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് പോവാം. മീറ്റിംഗ് 11:15. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്ന് പഠിക്കാം. എന്നിട്ട് പുള്ളിക്കാരത്തി വന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അവിടെ ഇരുന്ന് പഠിച്ചിട്ട് ഒരു 2 മണിക്കാകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് തിരിച്ചു വരാം. എൻ്റെ ഇവിടെ ഫുഡൊന്നും ഇല്ല. പറ്റുകയാണെങ്കിൽ ഇന്ന് ഗ്രോസറിയിൽ പോകണം. തോന്നുകയാണെങ്കിൽ മൂഡ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ മറ്റന്നാൾ അങ്ങനെ പോകണം. അല്ലെങ്കിൽ അങ്ങനെ ടോട്ടി അങ്ങനത്തെ ഒരു സാധനമില്ല. പിന്നെ ഇന്നലെ ആക്ച്വലി ലാബായിരുന്നു, മാത്ത് ലാബായിരുന്നു. അപ്പോൾ കുറേ നേരം 1 to 5 ലാബിൻ്റെ അകത്തേക്കും. അത് കഴിഞ്ഞ് ഞാനും പ്രജ്വലും കൂടെ ഇക്കയിൽ പോയി. ഞാൻ കാണിച്ചില്ല, വോഫിൾസൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവൻ ഗോതൻബർഗിലോട്ട് പോയി അവൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ റൂമിൽ വന്നു. റൂമിൽ വന്നിട്ട് ഞാൻ പഠിക്കണം നോക്കിയെന്നല്ല വിചാരിച്ചു, പക്ഷെ ഞാൻ പഠിച്ചില്ല. ഞാൻ വന്ന വഴി ഞാൻ കിടന്നു. വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചു. എന്നിട്ട് ഞാൻ കിടന്നു. ആ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ രാത്രി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണീറ്റ് പിന്നെ ഞാൻ കുറച്ച് വാട്സപ്പിലൊക്കെ ചാറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല, ചുമ്മാ വേസ്റ്റായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി അലാറൊക്കെ നേരത്തെ വെച്ചിട്ട് എണീറ്റതാണ്. പിന്നെ ഇപ്പം തണുപ്പ് മഞ്ഞില്ലെങ്കിലും തണുപ്പ് ഞാൻ എന്താ പറയണേ, സ്നോഫോളൊന്നും വലിയ കാര്യമായിട്ടില്ലെങ്കിലും തണുപ്പുണ്ട് ചെറുതായിട്ട്. ബട്ട് നാളത്തെ അത്രയൊന്നും ടെമ്പറേച്ചർ ഇല്ല. എന്നിട്ട് എൻ്റെ ചുണ്ടിൻ്റെ ഇതിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്, അതെന്താ അറിയില്ല. സോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് മേല് കഴുകിയിട്ട് പോകുമ്പം കാണിക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിക്കാനും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് റൂം ക്ലീൻ ചെയ്തു കാണിച്ചിട്ടയോ, ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. കാരണം ടേബിള് നാശകോശമായിരുന്നു. 2-3 ദിവസമായിട്ട് ക്ലീനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അതെന്താണെന്ന് അറിയില്ല, പൊതുവെ ഇങ്ങനെ ആവാറില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഞാൻ മിഠായിയൊക്കെ കഴിച്ചതിൻ്റെ കവറൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങനെ. ബട്ട് ഇപ്പം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ അടിച്ചൊന്നും മാറിയില്ല. അത് ഞാൻ സാറ്റർഡേ ഒരു സൺഡേ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ചെയ്യണം. ജസ്റ്റ് അടിച്ചു വാരി തുടക്കില്ല, അടിച്ചു വരണം. സോ അതൊക്കെയാണ് ഇപ്പോഴുള്ള വിശേഷം. എന്തായാലും ഞാൻ പോയിട്ട് മെയിൽ എഴുകട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഞാൻ ഇറങ്ങി, ഭയങ്കര കാറ്റാണ്. മുടി അഴിച്ചിട്ടതൊരു മോശം ഡിസിഷനായിപ്പോയി. ഞാൻ ബസ് എപ്പോഴാണ് നോക്കിയില്ല. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് മുടി എൻ്റെ കയ്യിൽ സ്ക്രഞ്ചി ഉണ്ട്, അത് വെച്ചിട്ട് കെട്ടണം. എന്തായാലും നമുക്ക് വേഗം പോവാം. ഇപ്പോൾ എനിക്ക് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് 11 ആകുമ്പോഴത്തേക്ക് എത്താൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കി പോവാന്ന്. സോ നമുക്ക് വേഗം പോവാം. നല്ല കാറ്റുണ്ട്. ഞാൻ നടക്കുകയാണ്. ഞാൻ ലൂട്ട് സെൻട്രൽ ഇറങ്ങി ഇനി വെയിൻസിലേക്ക് നടക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി. ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു ബാക്കി കുറച്ച്
ഇനിയിപ്പോൾ ഞാൻ വായിക്കുകയാണ്. പുറത്ത് സ്നോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന് പഠിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. ആളുടെ കൂടെയുള്ള വീഡിയോ ഞാൻ എടുത്തില്ല, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊരു ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇതാണ് നമ്മളെ മെൻറ്റർ. ആൾ സ്റ്റുഡൻ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴും തീസിസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. സോ അങ്ങനെ നല്ലതായിരുന്നു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. സ്നോ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു വൈറ്റ് കോട്ടിങ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഫുൾ മഞ്ഞാന്നാണ് കണ്ടത്. അങ്ങനെ പെയ്യുമായിരിക്കും. ഞാൻ ഇതവിടെ എൻ്റെ അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കഴിഞ്ഞു, അടുത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇത് കണ്ടത്. കണ്ടോ, പുറത്തൊക്കെ നല്ല മഞ്ഞ് വന്നിട്ട് ഫുള്ളായിട്ട് ഇന്നാളത്തെ പോലെ തന്നെ കവർ ആയിട്ടുണ്ട്. ആൻഡ് നമ്മളെ ജനലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കണ്ടോ ഇങ്ങനെ മഞ്ഞായിട്ട് കിടക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ആൻഡ് എനിക്ക് നല്ല സന്തോഷം. സോ ചിലപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് പോകണ്ടോ. നിങ്ങൾക്ക് അവിടെ കാറ്റത്ത് പറക്കണ കണ്ടോ. ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്ര അറിയില്ല കേട്ടോ. ശരിക്കും കാറ്റിൽ നമുക്കിങ്ങനെ കാറ്റ് കാണാൻ പറ്റില്ല പറയില്ല. പക്ഷെ ഇപ്പോൾ കാറ്റ് കാണാൻ പറ്റും. ഞാൻ പറയണത് മനസ്സിലായോ? കാറ്റത്തെ സാധനങ്ങളൊക്കെ പറന്ന് പോകണം. നമുക്ക് ശരിക്കും ആ ഒരു ടെർബുലൻസ് നമുക്ക് മനസ്സിലാവും. സോ അതെ, ഞാൻ ഇപ്പോഴാണ് എണീറ്റത്. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:30 ആയിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ സ്നോ കാണിച്ചായിരുന്നോ? സ്നോ നല്ല രീതിയിൽ സ്നോ ഉണ്ട്. നോക്കിക്കോ, കണ്ടോ. പക്ഷെ ഇവിടെയൊന്നും അത്ര ഇല്ല. നാളെ പെയ്ത അത്ര ഒന്നുമില്ല, ബട്ട് ഉണ്ട്. അപ്പോൾ ഓക്കെ. സോ ഞാൻ ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് 11:30 ആകുമ്പോഴത്തേക്ക്, അല്ല 11 മണിക്കാകുമ്പോൾ റെഡി ആയി പോയാലും മതി. 11:30 ആകുമ്പോഴത്തേക്ക് ലുൺ സെൻറ്ററിൽ എത്തിയിട്ട് ആതിരേനെ മീറ്റ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സൗത്ത് ഇന്ത്യയിൽ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഇന്ന് ലഞ്ച് കഴിക്കുന്നത്. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് അതൊക്കെയാണ്. ആൻഡ് അപ്പോഴത്തേക്ക് ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കട്ടെ. ഒരു 1 hour മേ ബി. എന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനൊന്നുമില്ല. എന്നാലും ഞാൻ ഗ്രോസറി വാങ്ങണമെന്ന് ഓർത്തേ. പിന്നെ ഞാൻ മഞ്ഞക്കായപ്പോൾ ഞാൻ പെട്ടെന്ന് പോന്നു. സോ ഇന്നെന്തെങ്കിലും വാങ്ങിക്കണം. സോ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. സോ ഞാൻ പല്ലൊക്കെ തേച്ച് പോകാൻ നേരം ആകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഞാൻ അതെ കോഫി എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സംഭവം കണ്ടു, കാണിച്ചുതരാം. കാണിച്ചുതരാം. അത് കണ്ടോ, ഒരു വലിയ സ്നോമാൻ ആരോ ഉണ്ടാക്കി വെച്ചതാ. ചിലപ്പോൾ കണ്ടോ, പുറത്തിറങ്ങി കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ സോക്സും ഷൂ ഒന്നും ഇട്ടിട്ടില്ല. ബട്ട് കണ്ടോ, പുറത്തിറങ്ങുമ്പോൾ നമുക്കത് അവിടെ എപ്പോഴും ഉണ്ടെങ്കിൽ, ആരും അടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ അപ്പം കാണാം. അതിന് മൂക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ. എനിക്ക് ഇവിടുന്ന് ക്യാരറ്റൊക്കെ കാണാം. ഞാൻ ഇറങ്ങി കേട്ടോ, റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നില്ലേ, സ്നോമാനെ. അതിനെ ആരോ പൊളിച്ചിട്ട് കേട്ടോ. അതെനിക്ക് നേരത്തെ അത് കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട് ആരെങ്കിലും ആ പണി എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ അപ്പം കാണിച്ചതേ. എന്നാലും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ വലുതായിരുന്നു, ബട്ട് അത്ര നീറ്റായിരുന്നില്ല. കാരണം തോന്നുന്നു ചെളിയുള്ള സ്നോ കൊണ്ട് കൂടെ ഉണ്ടാക്കിയതാണ്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് കൂടെ അതെ ദുരന്തമായി പോയി. പിന്നെ ഞാൻ ഇന്ന് കാട്ടുണ്ടോ മറ്റേ ചൈന ടൗണിലെ അമ്മൂമ്മേനെ പോലെ. കാരണം ഇന്നലെ ഞാൻ മുടി അഴിച്ചിട്ട് പോയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നടക്കുമ്പം കാറ്റടിച്ചിട്ടൊക്കെ. അപ്പം ഞാൻ കെട്ടി വെച്ചു. ആൻഡ് ഞാൻ മറ്റേ ഷൂസ് ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞില്ല. ഞാനത് ഒഴുകിയാണ് പോണത്. ഇപ്പോൾ 11 മണി. 11:10 ബസ്സുള്ളത്. ഞാൻ വിചാരിച്ചു മെല്ലെ നടക്കാമെന്ന്. 11:10 11:20 11:10 കയറിയാൽ 11:20 അവിടെ എത്തും. 11:20 കയറിയാൽ 11:30 അവിടെ എത്തും. സോ ഏതാച്ചാൽ വരുന്ന ഏതിലെങ്കിലും ഒന്നിൽ കയറി പോവാം. ബസ്സിൽ കയറിയിട്ട് ഞാൻ ആതിരേച്ചിക്ക് മെസ്സേജ് അയക്കണം. ആതിരേച്ചിന്ന് വിളിക്കരുത് പറഞ്ഞാൽ ആതിരയ്ക്ക് മെസ്സേജ് അയക്കണം. സോ അങ്ങനെ ഞാൻ വേഗം ഫോൺ പോക്കറ്റിലിട്ടിട്ട് ഗ്ലൗസ് എടുത്ത് കണ്ടു. കാറ്റ്
കുറച്ച് നേരം സ്റ്റോർ ടാർഗറ്റിൽ നിന്ന് വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ടുള്ള പരിപാടിയൊക്കെ കണ്ടു. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ചൂരോസ് ട്രൈ ചെയ്തു. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമായൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല, ഒരു വൺ ടൈം ട്രൈ. ഇനി ഞാൻ വാങ്ങിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ എനിക്ക് കൊതി വന്നാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വീക്ക് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മൾ അതിനുശേഷം കുറേ നേരം അവിടെ ഇവിടേക്ക് ഇരുന്ന് സംസാരിച്ചു കേട്ടോ, എന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.